തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകി തുടങ്ങി. മുനിത്തടം ക്ഷേത്രത്തിന് സമീപത്താണ് നിലവിൽ ആനയുള്ളത്. ദൗത്യസംഘത്തിന് 4 റൗണ്ട് മയക്കുവെടി വെക്കേണ്ടി വന്നു. വിവരങ്ങളുമായി അതിരപ്പള്ളിയിൽ നിന്നും ആസിഫ് മുഹമ്മദാണ് ചേരുന്നത്. ആസിഫ്, എന്തായാലും കാട്ടാനയ്ക്ക് മയക്കുവെടി വെച്ചിരിക്കുകയാണ്. അരമണിക്കൂറിനകം ആന മയങ്ങി തുടങ്ങും എന്നാണ്, മയക്കുവെടി വെച്ചാൽ അങ്ങനെയാണ് സാധാരണ ഉണ്ടാകാറ്. ഇപ്പോൾ ആന ഏത് നിലയിലാണ്? ആനയുടെ ആരോഗ്യനിലയൊക്കെ ഏത് നിലയിലാണ്? തീർച്ചയായും ഇപ്പോൾ ചികിത്സ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആദ്യഘട്ടത്തിൽ ആനയുടെ വയറിന്റെ ഭാഗത്തായിട്ടാണ് മയക്കുവെടി ഏൽക്കുന്നത്. അതിന് പിന്നാലെ ആനയുടെ വയറിന് താഴ്വശത്തായിട്ട് വീണ്ടും രണ്ടാമത്തെ മയക്കുവെടി ഏറ്റുന്നു. അതിനുശേഷം തൊട്ടടുത്ത് നിന്ന് തന്നെയാണ് അപ്പോൾ തന്നെ ആന വരുതിയിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം തൊട്ടടുത്ത് നിന്ന് തന്നെ ഇപ്പോൾ ആ മയക്കുവെടി വെക്കുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ പൂർണ്ണമായ രീതിയിൽ ആന മയങ്ങുകയും ചികിത്സ ആരംഭിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 4 മയക്കുവെടിയാണ് വെച്ചത്. 2 ഡോസ് മരുന്ന് ഇത് അങ്ങനെ മയക്കുവെടി വെക്കുന്നതിലേക്ക് ഉപയോഗിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ചികിത്സ പൂർണ്ണമായും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മസ്തകത്തിലേറ്റ മുറിവിന്റെ ആഴമടക്കം പരിശോധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതിന് 7 തരത്തിലുള്ള ട്രീറ്റ്മെന്റ് വേണം എന്നുള്ള കാര്യമടക്കം ഇപ്പോൾ അങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഏകദേശം 1 മണിക്കൂറിലധികമെങ്കിലും വേണം അതിന്റെ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ റബ്ബർ തോട്ടത്തിലേക്ക് ആന ഓടിക്കയറുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ തൊട്ടടുത്ത് എത്തി അടക്കം പിന്നീട് 3ാമത്തെയും 4ാമത്തെയും മയക്കുവെടി വെക്കുന്നത്. അത് ദൃശ്യങ്ങളിൽ നിന്നടക്കം വ്യക്തമാണ്. അപ്പോഴേക്ക് തന്നെ ആന പൂർണ്ണമായ രീതിയിൽ ആന മയങ്ങുന്നതിലേക്കടക്കം കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ആനയുടെ മുറിവിന്റെ ആഴമടക്കം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഏതൊക്കെ തരത്തിലുള്ള ചികിത്സ വേണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയും ചെയ്യും. ഏതായാലും 4 റൗണ്ട് മയക്കുവെടി വെച്ചു എന്നുള്ളതാണ്. ആന അധിക ദൂരത്തേക്ക് ഓടിപ്പോകാതെ തന്നെ അത് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആന കാട്ടിനുള്ളിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. റബ്ബർ തോട്ടം കഴിഞ്ഞ് അതിന്റെ അപ്പുറത്തേക്കുള്ള കാടിന്റെ ഭാഗത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ വ്യക്തമാണ്. പക്ഷെ അവിടെയും വനപാലകർ നിലയുറപ്പിച്ചതിനാലാണ് പിന്നീട് അമ്പലത്തിന്റെ ഭാഗത്തേക്ക് ആന നീങ്ങുന്നത്. അതും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെ അമ്പലത്തിന്റെ ഭാഗത്തേക്ക് നീങ്ങിയ സമയത്താണ് 4ാമത്തെ മയക്കുവെടിയും നൽകുന്നത്. പിന്നീട് ആന പൂർണ്ണമായും മയങ്ങുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഇപ്പോൾ ചികിത്സ ആരംഭിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെ വേഗത്തിലുള്ള നടപടികളാണ് ഇന്ന് ഉണ്ടായത്. ഒരു 7 മണിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള കാട്ടാനക്കൂട്ടത്തിലുള്ളത് മസ്തകത്തിൽ പരിക്കേറ്റ ആനയാണ് എന്ന് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. അതിന് പിന്നാലെ ആന പിന്നീട് അവിടെ നിന്ന് ഈ റബ്ബർ തോട്ടത്തിന്റെ ഭാഗത്തേക്ക് എത്തുകയായിരുന്നു. അവിടെ നിന്ന് കാട് കയറാനുള്ള ശ്രമം ഉണ്ടായപ്പോഴാണ് വനപാലകർ അവിടെ നിന്ന് തുരുത്തി വീണ്ടും റബ്ബർ തോട്ടത്തിൽ എത്തിക്കുകയും അതിന് പിന്നാലെ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തി വളരെ പെട്ടെന്ന് തന്നെ നടപടികളിലേക്ക് കടക്കുകയും ആനയ്ക്ക് മയക്കുവെടി വെക്കാൻ കഴിയുകയും ചെയ്തു. 4 മയക്കുവെടിയാണ് ആനയ്ക്ക് നൽകിയിട്ടുള്ളത്. 2 ഡോസ് മരുന്ന് ഉപയോഗിക്കുകയും ചെയ്തു. ഏറ്റവും ഒരു സുഗമമായ ഒരു പ്രതലത്തിലേക്ക് ആന എത്തപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. കാരണം ആദ്യ 2 റൗണ്ട് മയക്കുവെടി വെച്ച സമയത്ത് ആന ഏതെങ്കിലും തരത്തിൽ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇല്ലാത്തൊരു പ്രദേശത്തേക്ക് പിന്നീട് ആന മുമ്പോട്ട് നീങ്ങിയെങ്കിൽ പോലും അപ്പോഴേക്കും 2 റൗണ്ട് മയക്കുവെടി നൽകിയിരുന്നു. പിന്നീടാണ് 2 റൗണ്ട് കൂടി മയക്കുവെടി കൂടി നൽകിയത്. അതിനുശേഷം ആന റബ്ബർ തോട്ടം വിട്ടതിന് ശേഷമുള്ള കുറ്റിക്കാടിന്റെ ഭാഗത്തേക്ക് നീങ്ങി. എന്നാലും പിന്നീട് വീണ്ടും ആ അമ്പലത്തിന്റെ ഭാഗത്ത് വെച്ച് ആന പൂർണ്ണമായും ഇപ്പോൾ മയങ്ങുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അവിടെ വെച്ചാണ് ഇപ്പോൾ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു മുറിവിന്റെ ആഴവും പഴക്കവും അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചായിരിക്കും ഈ ചികിത്സ നിർണ്ണയിക്കുക. എന്തായാലും ആനയ്ക്ക് വലിയ ആഴത്തിൽ തന്നെ മുറിവേറ്റിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പ്രാഥമിക ഘട്ടത്തിലുള്ള നിരീക്ഷണത്തിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞത്. അതിനെ തുടർന്നാണ് ആനയ്ക്ക് ഇത്തരത്തിൽ മയക്കുവെടി വെച്ച് ചികിത്സ നൽകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തത്. കഴിഞ്ഞ 2 ദിവസമായി തുടർന്ന ശ്രമം അത് ഏതായാലും ഇപ്പോൾ വിജയം കണ്ടിരിക്കുകയാണ്. ഇന്നലെ ദിവസം മുഴുവൻ ആനയെ പരിശോധിച്ചുവെങ്കിൽ പോലും ആനയെ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രിയിലടക്കം നിരീക്ഷണം തുടരും എന്നുള്ള കാര്യം ദൗത്യസംഘം അറിയിച്ചിരുന്നു. ആ നിരീക്ഷണം തുടരുകയും പിന്നീട് ഏതായാലും ഇന്ന് ആനയെ കണ്ടെത്തി ഇപ്പോൾ മയക്കുവെടി നൽകുകയും ചികിത്സ ആരംഭിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ശരി ആസിഫ്, ആനയെ കണ്ടെത്തി. ആനയ്ക്ക് 4 റൗണ്ട് മയക്കുവെടി വെച്ചിരിക്കുന്നു. ചികിത്സ ആരംഭിച്ചിട്ടും ഉണ്ട്.